അമേരിക്കയും വെനസ്വലയും തമ്മിലുള്ള പ്രശ്നം കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴിതാ വെനസ്വലയ്ക്കെതിരെ നിർണായക നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി എന്ന വാർത്ത പുറത്തു വരികയാണ്. വെനസ്വലയുടെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. എയർലൈനുകൾ, പൈലറ്റുമാർ, ഡ്രഗ് ഡീലേഴ്സ്, യാത്രക്കാർ എന്നിവരെ അഭിസംബോധന ചെയ്താണ് വ്യോമാതിർത്തി അടച്ചിടുമെന്ന് ട്രംപ് അറിയിച്ചത്. വെനസ്വലയിലെ മയക്കുമരുന്ന് കടത്ത് തടയാനുള്ള ശ്രമങ്ങൾ അതിവേഗത്തിൽ ആരംഭിക്കുന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നിർണായകമായി ഇങ്ങനെയൊരു നീക്കമുണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ വെനസ്വല ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കരീബിയൻ കടലിൽ വെനസ്വലൻ ബോട്ടുകൾ അമേരിക്കൻ നാവികസേന അടുത്തിടെ ആക്രമിച്ചിരുന്നു. പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടെയാണ് ട്രംപ് വ്യോമാതിർത്തി അടയ്ക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത്. വെനസ്വലൻ സർക്കാരിനെതിരായ നീക്കത്തിന് CIA ട്രംപ് അനുമതി നൽകിയിട്ടുണ്ട്. മയക്കുമരുന്ന് തടയാൻ എന്ന പേരിൽ വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയുടെ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത് എന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. മയക്കുമരുന്ന് കടത്തിനെ പിന്തുണയ്ക്കുകയും മയക്കുമരുന്ന് സംഘങ്ങളുമായി ഒത്തുകളിക്കുകയും ചെയ്യുന്നു എന്നാണ് നിക്കോളസ് മഡുറോയുടെ ഭരണകൂടത്തിനെതിരായ ട്രംപിന്റെ ആരോപണം. എന്തായാലും ഇപ്പോൾ വെനസ്വലയ്ക്കെതിരെ ട്രംപ് എടുത്തിരിക്കുന്നത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു നടപടിയാണ്. ഇനി ഇക്കാര്യത്തിൽ വെനസ്വല എന്തു പ്രതികരണം നടത്തുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപുമായി ഉടക്കാൻ വെനസ്വല തീരുമാനിക്കുമോ, അല്ലെങ്കിൽ യുദ്ധസമാനമായ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കുമോ എന്ന് ആകാംക്ഷയോടെ നോക്കുകയാണ് ലോകം.